CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിൽ കോടികളുടെ അഴിമതി നടന്നുവെന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ നേതാവ്. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും CPM നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവുമായ നിബിൻ ശ്രീനിവാസനാണ് നേതൃത്വത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. നടത്തറയിലെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിൽ മണ്ണുത്തി ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് വൻ അഴിമതിയെന്ന് നിബിൻ. നടത്തറ ഗ്രാമപഞ്ചായത്തിനകത്ത് CPM നേതൃത്വത്തിൽ 8ഓളം വരുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ഈ 8ഓളം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾക്കകത്തെ 7 സഹകരണ സ്ഥാപനങ്ങൾ വലിയ അഴിമതി നേരിടുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ 7 സഹകരണ സ്ഥാപനങ്ങളും വലിയ അഴിമതി നടക്കുന്നു. ആ അഴിമതിയെ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് CPMൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു തന്നെ CPM ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇത് കേവലമായിട്ടുള്ള ഒരു പഞ്ചായത്തിനകത്തെ ഒരു ചെറിയ ഒരു സഹകരണ സ്ഥാപനത്തിനുണ്ടാകുന്ന അഴിമതിയല്ല. നമ്മളിപ്പോൾ നിരവധിയായിട്ടുള്ള അഴിമതികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കരുവന്നൂർ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള അഴിമതികൾ നമ്മളിപ്പോൾ ദിനം പ്രതി ഇപ്പോൾ കണ്ടും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പഞ്ചായത്തിനകത്ത് CPMൻ്റെ ഭരണത്തിലുള്ള അല്ലെങ്കിൽ CPM കൈകാര്യം ചെയ്യുന്ന 8ഓളം വരുന്ന സഹകരണ സ്ഥാപനത്തിൽ 7 സഹകരണ സംഘങ്ങളും അഴിമതിയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വലക്കാവിനകത്ത് പ്രവർത്തിക്കുന്ന നടത്തറ പഞ്ചായത്ത് കാർഷികേതര തൊഴിലാളി സഹകരണ സംഘം ഇതിപ്പോൾ 68 എൻക്വയറി നേരിടുന്ന സംഘമാണ്. ഇപ്പോൾ 66 ആയിരുന്നു, അതിന് ശേഷം 68 എൻക്വയറി നേരിടുന്നു. ഈ 68 എൻക്വയറി നേരിടുന്ന സഹകരണ സ്ഥാപനത്തിൽ മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് 48 ലക്ഷം, 38 ലക്ഷം, 35 ലക്ഷം, 12 ലക്ഷം, 14 ലക്ഷം തുടങ്ങി നിരവധിയായിട്ടുള്ള ഒരു വലിയ സബ് ചാർജ് ഇങ്ങനെ വന്നേക്കാണ്. കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിൽ കോടികളുടെ അഴിമതി നടക്കുന്നുവെന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ നേതാവ് തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം വ്യക്തമാക്കുന്നത്? രോഹിണി, എന്തായാലും ഈ നടത്തറയിൽ നടക്കുന്ന അഴിമതികളുടെ സഹകരണ ബാങ്കുമായി കേന്ദ്രീകരിച്ച് നടത്തറ പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതികൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗവും അതേപോലെ തന്നെ CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന നിബിൻ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് നടത്തറ പഞ്ചായത്തിൽ 8 സഹകരണ സ്ഥാപനങ്ങളാണുള്ളത്. ആ 8 സഹകരണ സ്ഥാപനങ്ങളിൽ 7ഇടത്തും വലിയ അഴിമതിയാണ് നടക്കുന്നത്. CPMൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വലിയ അഴിമതി നടക്കുന്നു. അതിൽ നടത്തറ പഞ്ചായത്തിലെ കാർഷികേതര ബാങ്കിൽ മാത്രം 12 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. അതായത് ഈ CPM ഭരണത്തിലുള്ളവർ അല്ലെ CPMൻ്റെ അനുഭാവികൾ ഭരിക്കുന്ന നടത്തറ കാർഷികേതര ബാങ്കിൽ മാത്രം 12 കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു. അതായത് പല സ്ഥലങ്ങളിൽ നിന്നും സ്വർണം അവിടെ പണയം വെക്കുന്നു. ആ സ്വർണം മറ്റ് സ്ഥലങ്ങളിലേക്ക് അതായത് ഒരു സഹകാരി അല്ലെ ഒരു സാധാരണക്കാരൻ ഒരു സ്വർണം കൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ കൊണ്ട് ബാങ്കിൽ കൊണ്ട് പണയം വെക്കുമ്പോൾ അത് അവിടെ സ്വീകരിച്ചതിന് ശേഷം അത് കൂടിയ തുകയ്ക്ക് മറ്റ് ബാങ്കുകളിൽ അല്ലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ കൊണ്ട് പണയം വെച്ച് കാശെടുക്കുന്നു എന്നാണ് നിബിൻ്റെ വെളിപ്പെടുത്തൽ. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണം വെളുപ്പിക്കാനും ഇവർ ഈ സഹകരണ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ള അയ്യപ്പൻകാവ് കാർഷികേതര തൊഴിലാളി സംഘം, അതേപോലെ തന്നെ കൊഴുക്കുള്ളി കൺസ്യൂമർ സഹകരണ സംഘം, ഇവിടങ്ങളിലെല്ലാം വലിയ അഴിമതിയാണ് നടക്കുന്നത്. കൊഴുക്കുള്ളി കൺസ്യൂമർ സഹകരണ സംഘത്തിൽ മണ്ണൂത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയത് 4 കോടി രൂപയുടെ അഴിമതിയാണ്. ഈ 4 കോടി രൂപ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ നടത്തറ പഞ്ചായത്തിലെ കാർഷികേതര തൊഴിലാളി സഹകരണ സംഘത്തിൽ 68 എൻക്വയറി നടക്കുകയാണ്. അവിടുത്തെ മുൻ പ്രസിഡന്റുമാർക്കും അതേപോലെ തന്നെ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ 48 ലക്ഷം മുതൽ താഴോട്ട് പല തരത്തിലുള്ള സർചാർജ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ സർവത്ര അഴിമതിയാണെന്നാണ് ഡിവൈഎഫ്ഐ നേതാവിൻ്റെ വെളിപ്പെടുത്തൽ. ഒപ്പം തന്നെ ഈ സഹകരണ ബാങ്കിൽ ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതോടെ ഇദ്ദേഹത്തെ ഡിവൈഎഫ്ഐയിൽ നിന്നും ഒപ്പം തന്നെ CPMൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. രോഹിണി, ശരി. സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.